ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരെല്ലാം അവിടെ എറണാകുളത്താണ്. എല്ലാവരും എത്തിച്ചേർന്നിട്ടില്ല. എല്ലാവരും എത്തിച്ചേർന്ന ശേഷം നാളെ ഒരു അടിയന്തര യോഗം ചേരുന്നുണ്ട്. ചേർന്നതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പരിശോധിച്ച ശേഷം ആവശ്യമായ തീരുമാനം എടുക്കാം. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അതിപ്പോ നമ്മുടെ ഒളിമ്പിക്സ് മോഡൽ നടത്തുന്ന ആദ്യത്തെ മത്സരമാണ്. എല്ലാ കുട്ടികളും കൂടെ ഒരു സ്ഥലത്താണ് മത്സരിക്കുന്നത്. മത്സരിക്കുന്ന കുട്ടികൾക്ക് ഒരു വേർതിരിവ് വേണ്ട എന്നുള്ളതിന് തീരുമാനിച്ചു. മാനുവലിലൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അതൊന്നും പറയുന്നില്ല. അതിനെ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല. മാനുവലിന്റെ കോപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം. അതിനെപ്പറ്റി ഒന്നുമേ പറയുന്നില്ല. പിന്നെ സ്വാഭാവികമായിട്ട് സ്പോർട്സ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അധ്വാനം കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ട് അതിന്റെ സമ്മാനം കൂടുതൽ കിട്ടും. അപ്പൊ അവർക്ക് പിന്നെ പ്രത്യേകം പിന്നെ കൊടുത്തു എന്നാണല്ലോ അല്ല അവരെ ഉൾപ്പെടുത്തിയത് എന്നുള്ളതാണ്. ഇപ്പോ അതൊരു വാദം. ഞാൻ വേറൊരു വാദത്തിന് വേണ്ടി പറയാം. വാദത്തിന് വേണ്ടി സ്പോർട്സ് സ്കൂൾ അല്ലാത്തൊരു വിദ്യാലയം തിരിക്കട്ടെ, എന്ന് പറഞ്ഞൊരു വിദ്യാലയം. അവിടെ ഒരു ഇന്റർനാഷണൽ താരങ്ങളായിട്ടുള്ള ഒരു 10 കുട്ടികൾ പഠിക്കണമെങ്കിൽ അതിന്റെ പ്രത്യേക ഒരു പരിഗണന നമ്മൾ കൊടുക്കുക. ആ സ്കൂളിന് പ്രത്യേക പരിഗണന കൊടുക്കേണ്ടി വരില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട്. നമുക്കതൊരു കുറച്ചുകൂടെ ശാസ്ത്രീയമായി നമുക്കൊന്ന് ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് സാവകാശമുണ്ടല്ലോ. എങ്ങനെ ഞാൻ മൈക്കിൽ കൂടെ വിളിച്ചു പറയുന്നു, ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയാണ്. നിങ്ങൾ പിന്നെ നമ്മുടെ ഏറ്റവും നന്നായി നടന്ന ഒരു മേളയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതേപോലൊരു മേള നടന്നിട്ടില്ല. നിങ്ങൾ സഹകരിക്കണം. നിങ്ങളുടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന്റെ പരിഹാരം കാണുന്നതിന് വേണ്ടി പരിശ്രമിക്കാം. അബ്ദുറഹ്മാൻ മന്ത്രി എന്ന് നേരിട്ട് സംസാരിക്കുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞ നമ്പറിൽപ്പെട്ട നമ്മൾ എന്തെങ്കിലും മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇവരിങ്ങനെ ഈ അധ്യാപകരുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ കുട്ടികളുണ്ടല്ലോ, നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാം അരമണിക്കൂർ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഡ്രസ് ചെയ്ത് വന്നിരുന്ന കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികളെ പ്രോഗ്രാം പാടാനും ആടാനും അനുവദിച്ചില്ല. ആ കുട്ടികൾ കരഞ്ഞുകൊണ്ട് തിരിച്ചുപോയി എന്നുള്ളതാണ്. അത് അങ്ങനെ ആർക്കും ചോദിക്കാനും പറയാനും അല്ലാത്ത നിലയിലുള്ള നിലപാട് സ്വീകരിക്കാൻ വേണ്ടി പറ്റില്ല. ചോദിച്ചതുപോലെ അത് വിശദമായി പരിശോധിച്ച്, എന്ന് മാത്രമല്ല ഇനി ഇത്തരം കാര്യങ്ങൾ മേലിൽ ആവർത്തിക്കാതിരിക്കാനുള്ള നിയമപരമായ നടപടി എന്താണ് പിന്നെ തീരുമാനിക്കാൻ കഴിയുന്നത് സംബന്ധിച്ചതും ഞങ്ങൾ ആലോചിച്ചു. ഒരു കാര്യം ഈ മാധ്യമങ്ങൾ മനസ്സിലാക്കണം. കാരണം എറണാകുളത്തെ മാധ്യമങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളാകെ വലിയ പിന്തുണയാണ്. 24,000 പേര് അവിടെ വന്നിട്ട് ഒരു അപശബ്ദം. സാറിന് ഭക്ഷണത്തിന്റെ കാര്യത്തിലുണ്ടാവും, താമസ സൗകര്യത്തിന്റെ കാര്യത്തിലുണ്ടാവും, റിസൾട്ട് പ്രഖ്യാപിക്കുന്ന കാര്യത്തിലുണ്ടാവും, എന്തെങ്കിലും സംഘർഷം ഉണ്ടാവുന്നതാണ്. ഒന്നുമേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇത്രയും കുറ്റമറ്റതായി ഇന്ത്യയിൽ ഒരു മേളയും നടന്നിട്ടില്ല എന്ന് എല്ലാവരും സമ്മതിച്ചതാണ്. അതിനെയാണ് അലങ്കോലപ്പെടുത്താൻ വേണ്ടി ഈ 297 കുട്ടികളുടെ നേതൃത്വത്തിൽ ഈ അധ്യാപകരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. നാളെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്നല്ലോ. അവിടെ അതിൽ ചുമതല ഉണ്ടായിരുന്ന ഡിപ്പാർട്ട്മെന്റിൽ ചുമതല ഉണ്ടായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം നാളെ ചേർന്നുണ്ട്. നാളെ വന്നിരുന്ന് ഒന്നുകൂടെ പരസ്പരം ആലോചിച്ച ശേഷം എല്ലാവരും എത്തിയിട്ടില്ലേ, ആലോചിച്ച ശേഷം അത് തീരുമാനിച്ചില്ല. അതാണ് തീരുമാനിക്കും. എന്നാണ് ഞാനവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പ്രസംഗിക്കുകയും മുഖ്യമന്ത്രി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത മേള തിരുവനന്തപുരത്താണ്. അതും കൊടി താക്കണമല്ലോ. കുറെ നടപടിക്രമമുണ്ടല്ലോ. കൊടി താക്കണം. ആ കൊടി അവിടെ മേയർ ഞാൻ ട്രിവാൻഡ്രം മേയർ ഹാൻഡ് ഓവർ ചെയ്യണം. കൊടി താക്കുന്ന സ്ഥലത്ത് ചെന്നിക്കണം. കൊടി യഥാർത്ഥത്തിൽ ഇൻക്ലൂസീവ് സ്പോർട്സ് എന്താകുമ്പോ അറിയാലോ, കുട്ടികളെ സംബന്ധിച്ചുള്ള പരാതി ഉണ്ടാവേണ്ടതാണ്. എങ്ങനെ ശ്രമിച്ചാൽ പറ്റും? അവരെല്ലാം അവിടെ കണ്ണ് നിറയുകയാണ്. അവരെ ഞാൻ സ്വീകരിക്കാനൊക്കെ ചെല്ലുമ്പോൾ ഗൾഫിൽ നിന്ന് വന്ന 56 കുട്ടികൾ 8 സ്കൂളിൽ നിന്നുള്ള അവരെന്ന് വെച്ചാൽ അവരുടെ നമ്മുടെ സ്കൂൾ കേരള സിലബസാണ്. അവർക്കൊരു വലിയൊരു അനുഭവമാണ് ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ. അപ്പൊ അങ്ങനെ അത്ര കുറ്റമറ്റ നടത്തിയ ഒരു വേളയിൽ ഇതിലൊരു കുറവുണ്ടെങ്കിൽ
ഞാൻ പറഞ്ഞത് ഇതിൽ കുറവായിക്കോട്ടെ, ഈ പറഞ്ഞൊരു കുറവായിക്കോട്ടെ, വേണം വാദത്തിന് വേണ്ടി പറയാം. പക്ഷെ എന്നാലും അത് പരിഹാരം കാണാം, പരിഹരിക്കാം, എന്താണ് നോക്കാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി മൈക്കിലൂടെ പറഞ്ഞിട്ട് പോലും കേൾക്കാതെ ഈ അരങ്ങേറ്റം അതിന്റെ പൂർണ്ണ ഉത്തരവാദി കൂടെ വന്ന സാറുമാരാണ്. കുട്ടികൾ നിരപരാധികളാണ്. ഞാൻ നേരത്തെ തന്നെ നല്ല വിശദമായിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. കണ്ട് ഞാനത് പിന്നെ നിങ്ങളോട് നിങ്ങൾ എന്നെ കാത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നപ്പോൾ ഞാനത് പറയാൻ പറ്റുന്ന ഒരു മൂഡിലല്ലേ. അതുകൊണ്ടാണ് ഞാൻ രാവിലെ കാണാമെന്ന് പറഞ്ഞു. പിന്നെ തിരുവനന്തപുരത്തുള്ള പത്രക്കാരോട് ഞാൻ ഒളിച്ചു പോയാൽ ശരിയാവില്ലല്ലോ. നമുക്ക് അടുത്ത വർഷം നടത്തണ്ടേ ഇവിടെ? ഇത് 400 മാധ്യമപ്രവർത്തകരാണ്, 400 പേര്. അപ്പൊ എത്രമാത്രം ഈ സന്ദേശം മാധ്യമങ്ങൾ, ഇന്ത്യയിലുള്ള മാധ്യമങ്ങളിലൊക്കെ തന്നെ എറണാകുളം പ്രസ് ക്ലബ് യഥാർത്ഥത്തിൽ ഈ പിന്നെ മേളയുടെ ഒരു ആഫീസായിരുന്നു. 4 മണിക്കല്ലേ? 5 മണിക്ക് നമ്മുടെ കലോത്സവം ജനുവരി മാസം 4 മുതൽ 8 വരെ തിരുവനന്തപുരത്ത് വെച്ചാണ്. പിന്നെ അതിന്റെ സംഘാടന സമിതി രൂപീകരണം 5 മണിക്ക് ശിക്ഷസാധനയിൽ വെച്ചാണ്. അതിന്റെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോഴും. പുതുതായിട്ട് ഈ റവന്യൂ ജില്ലാ ലെവലിലും മറ്റ് താഴെക്കടയിൽ വരുന്നതില് ഒരു കുട്ടി പരാജയപ്പെട്ടാൽ ജഡ്ജസിനെ ഒരു തീരുമാനമല്ലേ നമുക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഉടനെ തന്നെ വേഷത്തോടു കൂടി സ്റ്റേജിൽ കയറി നൃത്തം ചെയ്യുക, റോഡിൽ കയറി നൃത്തം ചെയ്യുക, മാധ്യമപ്രവർത്തകർ നൃത്തം ചെയ്യുക. നിങ്ങളുള്ളതാണ് ഈ പ്രശ്നം മുഴുവൻ. ഇങ്ങനെ കാര്യം ഇത് അപ്പോഴേ എടുക്കുകയാണല്ലോ. അപ്പൊ ഇതിലെല്ലാവരും കൂടി ചെല്ലുമ്പോ അതൊന്നും നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ ലോക മത്സരങ്ങളിൽ പോലും നിയമം ലംഘിച്ചാൽ നടപടി സ്വീകരിക്കാറുണ്ടല്ലോ. അല്ല, 4 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെയാണ്. 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെ. അതെ, 15-ാം തീയതി മുതൽ ശാസ്ത്രമേള ആലപ്പുഴ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. എന്നാ നമുക്ക് അവസാനിപ്പിക്കാം.